മധുരയ്ക്കടുത്തുള്ള തിരുച്ചുഴിയിലാണ് 1879 ഡിസംബർ 30 വെളുപ്പിന് 1 മണിക്ക് വെങ്കടരാമൻ ജനിച്ചത്. അച്ഛൻ ശ്രീസുന്ദരം എന്ന പ്രസിദ്ധനായ വക്കീൽ, അമ്മ അഴകമ്മാൾ. ആകെ 4 മക്കൾ: നാഗസ്വാമി, വെങ്കടരാമൻ, നാഗസുന്ദരം, അലമേലു. രണ്ടാമത്തെ മകനായിരുന്നു വെങ്കടരാമൻ. പൊതുജന സമ്മതനും എവിടെയും സ്വാധീനവുമുള്ള വ്യക്തിയായിരുന്നു സുന്ദരമയ്യർ. ഭക്തോത്തമനായിരുന്നില്ലെങ്കിലും ദാനവും ദയയും അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. ഏതൊരു കുഞ്ഞിനെയും പോലെ സാധാരണമായിരുന്നു രാമൻ്റെ ബാല്യം. എല്ലാ തലമുറയിലും ഒരാൾ സന്യാസം സ്വീകരിച്ച് വീട് വിട്ടു പോവുക പതിവുള്ള ഒരു തറവാട്ടിലാണ് വെങ്കടരാമൻ ജനിച്ചത്. കുട്ടി ഒരു ആത്മീയ ഗുരുവായി തീരുമെന്നുള്ള ജനനസമയത്തെ പ്രവചനം മാതാപിതാക്കളെ ഉത്കണ്ഠാകുലരാക്കിയെങ്കിലും ബാല്യത്തിൽ അങ്ങനെയുള്ള ഒരു ലക്ഷണവും വെങ്കടരാമനിൽ കാണാഞ്ഞത് അവരെ അത്യധികം ആശ്വസിപ്പിച്ചു. തിരുച്ചുഴിയിലും ഡിണ്ടിഗലിലും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പഠിത്തത്തിൽ യാതൊരു താല്പര്യവുമില്ലാത്ത കുട്ടിയായിരുന്നു വെങ്കടരാമൻ. ഗുസ്തി, നീന്തൽ, ഫുട്ബോൾ തുടങ്ങിയ വിനോദങ്ങളിലായിരുന്നു ആരോഗ്യ ദൃഢഗാത്രനായ വെങ്കടരാമൻ്റെ താല്പര്യം. നനച്ചിരിക്കാതെയാണ് കുടുംബത്തെ അനാഥമാക്കിക്കൊണ്ട് സുന്ദരയ്യരെ മരണം പിടികൂടിയത്. അന്ന് വെങ്കടരാമന് പ്രായം 12. അതോടെ മധുരയിലുള്ള അമ്മാവൻ സുബ്ബയ്യയോടൊപ്പമായി ജ്യേഷ്ഠൻ നാഗസ്വാമിയുടെയും വെങ്കടരാമൻ്റെയും താമസം. അവിടെ താമസിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുടർന്നു. പഠനത്തിലുള്ള താല്പര്യം പഴയപടി തന്നെ. ബലിഷ്ഠനായിരുന്നതിനാൽ സഹപാഠികൾക്ക് വെങ്കടരാമനുമായി പൊരുതി ജയിക്കുക അസാധ്യമായിരുന്നു. കുംഭകർണനായിരുന്നു വെങ്കടരാമൻ. ഉറങ്ങിയാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീണാലും അറിയില്ല. ഉറക്കത്തിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി അടിച്ചും കളിയാക്കിയും കളിപ്പിച്ചും തിരിച്ചു കൊണ്ടുവന്ന് കിടത്തുക കൂട്ടുകാരുടെ പതിവ് പണിയായിരുന്നു. വെങ്കടരാമൻ ആ സമയം ഒന്നും അറിയില്ലായിരുന്നു. 1895 നവംബർ മാസത്തിലെ ഒരു ദിവസം തിരുച്ചുഴിയിൽ നിന്നും ഒരു ബന്ധു മധുരയിൽ വന്നു. അരുണാചലം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ നിന്നും കേൾക്കാനിടയായപ്പോൾ ആശ്ചര്യം കൊണ്ട് ആ ബാലൻ ഉണർന്നുപോയി. ഏതൊക്കെയോ വാതായനങ്ങൾ ഉള്ളിലോട്ട് തുറന്നു പോകുന്ന അനുഭവം. അവാജ്യമായൊരു ദിവ്യദർശനം പോലെയായി ആ വാക്കുകൾ. ആ ബാലൻ അറിയാതെ ചോദിച്ചുപോയി, അരുണാചലമോ? അതെവിടെയാണ്? എന്താ, തനിക്ക് തിരുവണ്ണാമല അറിയില്ലേ? അതുതന്നെ അരുണാചലം. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ നിഗൂഢമായി മയങ്ങിക്കിടന്നിരുന്ന ഊർജ്ജദായിനിയായ ഒരു വാക്കായിരുന്നു അത്. അതുകൊണ്ടുതന്നെയാകാം അരുണാചലം എന്ന് കേട്ടപ്പോൾ അറിയാതെ ആ ബാലൻ്റെ കണ്ണുമിഴിഞ്ഞത്. ജന്മജന്മാന്തരങ്ങളായി തുടരുന്ന ഏതോ ഒരു സേതു അരുണാചലത്തെയും വെങ്കടരാമനെയും കോർത്തിണക്കിയിട്ടുണ്ടാവാം. ചില വാക്കുകൾ, പേരുകൾ, വ്യക്തികൾ, ഇടങ്ങൾ നാം ആദ്യമായി കേൾക്കുകയോ കാണുകയോ ആണെങ്കിൽ പോലും എത്രയോ നാളത്തെ പരിചയം അതുമായുള്ളതുപോലെ അനുഭവിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ബാലനായ വെങ്കടരാമൻ്റെ ഉള്ളിൽ ജീവപ്രവാഹത്തിൻ്റെ ഏതോ വിനാഴികയിൽ ആത്മാംശമായി തീർന്ന ഒരിടമായിരുന്നിരിക്കണം അരുണാചലം. മാതൃസ്ഥാനമായ ആ ഗർഭപാത്രത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിനായി തയ്യാറെടുക്കാനുള്ള വിളി വെങ്കടരാമനിൽ എത്തിക്കാനുള്ള നിമിത്തമായി എത്തിയതായിരിക്കാം ആ ബന്ധു. ഈ രണ്ടനുഭവങ്ങളും അതുപോലെ മാഞ്ഞുപോയി. തികച്ചും സാധാരണമായ ജീവിതം തുടർന്നു. എന്നാൽ 1896 ഒരു അനുഭവം ഉണ്ടായി. അന്ന് ആ കുമാരന് പ്രായം 17. അത്യപൂർവമായി മാത്രം മനുഷ്യന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അനുഭവം. എല്ലാ അനുഭവങ്ങൾക്കും ഇരിപ്പിടമായ അധിഷ്ഠാനത്തിലമർന്ന് അതുമാത്രമായി തീരുക എന്ന അത്യപൂർവവും അനിർവചനീയവുമായ ആത്മാനുഭവം 17 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയിൽ വന്ന് ഭവിക്കുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹം മുൻകാല ജന്മങ്ങളിൽ അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടാകും. ആ അന്വേഷണ പാതയിൽ വളരെ ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാകും. കാരണം ഒന്നും അങ്ങനെ യാദൃശ്ചികമായി സംഭവിക്കില്ല. എല്ലാറ്റിനും ഒരു കാര്യകാരണ ബന്ധമുണ്ടായിരിക്കും. ആ തുടർച്ചയാണ് ഒരു രാത്രിയിൽ പെട്ടെന്ന് വെങ്കടരാമനെ ഉണർത്തിയത്, മരണത്തിലേക്ക് ക്ഷണിച്ചത്. വെങ്കടരാമൻ വളരെ ചെറുപ്പമായിരുന്നു. അല്പം പോലും ഭയമില്ലാതെ മരണത്തിനായി സ്വയം വിട്ടുകൊടുത്ത് വെങ്കടരാമൻ കിടന്നുകൊടുത്തു. അസാധാരണമായ നിയന്ത്രണം ബോധത്തിന് മുകളിൽ ഉണ്ടായിരുന്നിരിക്കണം. വെങ്കടരാമൻ അവിടെ തന്നെ ഉണ്ടെന്ന് വെങ്കടരാമൻ അറിഞ്ഞു. താൻ മരിക്കാൻ പോവുകയാണെന്ന് പൂർണ്ണ ബോധത്തോടെ വെങ്കടരാമൻ അറിഞ്ഞു. എല്ലാം മരണത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ മറ്റൊരു വഴിയും രാമനില്ലായിരുന്നു. മെല്ലെ കണ്ണുകൾ അടച്ചു. മരിക്കാനായി കാത്തുകിടന്നു. ശരീരം നിശ്ചലമാകുന്നത് രാമൻ അറിഞ്ഞു. അത് നിർജീവമായി. പക്ഷേ ഒരു പ്രശ്നം, അത് ഒരാൾ അറിയുന്നുണ്ടായിരുന്നു. പൂർണ്ണ ബോധത്തോടെ രാമൻ അത് അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നെന്നും ശരീരം മരിച്ചെന്നും വെങ്കടരാമൻ അറിഞ്ഞു. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നു. രാവിലെ എല്ലാം പഴയ പോലെയായി. എന്നാൽ ആ പഴയ വെങ്കടരാമൻ തിരിച്ചു വന്നില്ല. അവൻ മരിച്ചു പോയിരുന്നു. ബോധത്തിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലായിരുന്നു പിന്നീട് വെങ്കടരാമൻ. ആ മരണാനുഭവം രാമനെ അടിമുടി മാറ്റിമറിച്ചു. ആധുനിക യുഗം കണ്ട അപൂർവ മനുഷ്യരിൽ ഒരാളായി മാറി അദ്ദേഹം. ഇനി നമുക്ക് മഹർഷിക്കുണ്ടായ അനുഭവം മഹർഷി തന്നെ പറയുന്നത് കേൾക്കാം. ഞാൻ മധുരയിൽ നിന്ന് എന്നേക്കുമായി വിടവാങ്ങുന്നതിന് 6 ആഴ്ചകൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ ആ മഹാപരിണാമം സംഭവിച്ചത്. അത് വളരെ പെട്ടെന്നായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ ഇളയച്ഛൻ്റെ വീട്ടിൽ മുകളിലത്തെ നിലയിൽ ഇരിക്കുകയായിരുന്നു. പൊതുവേ വളരെ ആരോഗ്യമുള്ള ആളാണ് ഞാൻ. രോഗങ്ങളൊന്നും വരാറില്ല. ആ ദിവസം ഞാൻ അവിടെ തനിച്ചിരിക്കുകയായിരുന്നു. ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിത
അപ്രതീക്ഷിതമായി സംശയലേശമന്യ ഒരു മരണഭീതി എന്നെ പിടികൂടി. ഞാൻ മരിക്കാൻ പോകുന്നുവെന്നത് ഒരനുഭവമായി മുമ്പിൽ ഭാസിച്ചു. എന്തിന് അങ്ങനെ തോന്നി എന്നത് ശരീരത്തിലുള്ള യാതൊരു അനുഭവം കൊണ്ടും എനിക്കിപ്പോൾ നിരൂപണം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴും എനിക്കതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. പക്ഷേ ഞാൻ ആ ഭയത്തിന് ശരിയായ കാരണമുണ്ടോ എന്നൊന്നും കണ്ടുപിടിക്കാൻ മെനക്കെട്ടില്ല. ഞാൻ മരിക്കാൻ പോകുന്നു എന്നെനിക്ക് ദൃഢമായി തോന്നി. എന്തു ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ചു. ഡോക്ടറെയോ മുതിർന്നവരെയോ സുഹൃത്തുക്കളെയോ സമീപിക്കാൻ തോന്നിയില്ല. ഇപ്പോൾ ഇവിടെ വെച്ചു തന്നെ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ഞാൻ ഉറച്ചു. മരണഭയം ഉടനെ എൻ്റെ ദൃഷ്ടിയെ അന്തർമുഖമാക്കി. ഞാൻ എന്നോടു തന്നെ മാനസികമായി പറഞ്ഞു, അതായത് വാക്കുകൾ ഉപയോഗിക്കാതെ, ഇപ്പോൾ മരണം വന്നിരിക്കുന്നു. എന്താണിതിൻ്റെ പൊരുൾ? എന്താണ് മരിക്കുന്നത്? ഈ ശരീരം മരിക്കുന്നു. ഉടനെ ഞാൻ മരണദൃശ്യത്തെ അനുകരിച്ചു. അംഗങ്ങളെ നിവർത്തി മരിച്ച പോലെ ദൃഢമാക്കി പിടിച്ചു. എൻ്റെ അന്വേഷണത്തിന് മൂർച്ച കൂട്ടാനായി ഒരു ശവത്തിനെ അനുകരിച്ച് കിടന്നു. പ്രാണനെ അടക്കി വായുമടച്ചു പിടിച്ചു. ശബ്ദമൊന്നും ഉണ്ടാക്കാതിരിക്കാനായി ചുണ്ടുകളെ ബലമായി അടച്ചു പിടിച്ചു. ഞാൻ എന്ന വാക്കോ മറ്റെന്തെങ്കിലുമോ ഉച്ചരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. ഞാൻ എന്നോടു തന്നെ പറഞ്ഞു, ഇപ്പോൾ ഈ ശരീരം മരിച്ചിരിക്കുന്നു. ഇനി തണുത്തുറഞ്ഞ ഇതിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിൽ കത്തിച്ചു ഭസ്മമാക്കും. ഈ ശരീരത്തിൻ്റെ മരണത്തോടെ ഞാൻ മരിച്ചുപോകും. ഞാൻ ദേഹമാണോ? ഈ ദേഹം മൂകവും ജഡവുമാണ്. പക്ഷേ ഞാൻ എന്നത് ആത്മാവാണ്, ദേഹാതീതമായൊരു വസ്തുവാണ്. ഈ ഭൗതികമായ ദേഹം മരിക്കുന്നു. എന്നാൽ ഇതിനതീതമായ ബോധത്തെ മൃത്യുവിന് സ്പർശിക്കാൻ സാധ്യമല്ല. താൻ അതിനാൽ നാശമില്ലാത്ത ആത്മാവാണ്. യാതൊരു തരത്തിലുള്ള യുക്തിവ്യാപാരവും കൂടാതെ ആ ക്ഷണം തന്നെ ഞാൻ അപരോക്ഷമായി ഇത് ദർശിച്ചു. ഞാൻ എന്നത് ഉന്മയുടെ സ്വരൂപമായി തിളങ്ങി. അതുമാത്രമേ ആ അവസ്ഥയിൽ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ശരീരത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അതിൽ കേന്ദ്രീകരിച്ചു. മരണാനുഭവം ഒഴിഞ്ഞു. അതുമുതൽ ഇപ്പോൾ വരെ സ്വരൂപ സമാധി ഇടമുറിയാതെ തുടരുന്നു. സംഗീതത്തിൽ അനേകം സ്വരങ്ങൾ മാറി വരുന്നതുപോലെ വിചാരങ്ങൾ ഏറി മാറി വരികയും പോവുകയും ചെയ്യുമ്പോഴും ഞാൻ എന്നത് ആധാരശ്രുതി പോലെ മധ്യബിന്ദുവായി നിന്നു. ശരീരം സംഭാഷണങ്ങളിലോ വായനയിലോ മറ്റേത് കർമ്മങ്ങളിലോ ആയിരിക്കുമ്പോഴും എൻ്റെ കേന്ദ്രം ഞാൻ എന്നതായി. ഈ മരണാനുഭവത്തിന് മുമ്പ് എനിക്കൊരു ഈ എന്നെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ എന്നിലേക്ക് ഞാൻ ആകൃഷ്ടനുമായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷകനായിരുന്നില്ല വെങ്കടരാമൻ. ജീവിതത്തിൻ്റെ ആത്യന്തിക സത്യമോ വൈരാഗ്യമോ മോക്ഷമോ ഒന്നും ലക്ഷ്യമായിരുന്നില്ല. ജീവനിൽ രൂഢമൂലമായിരുന്ന പ്രവാഹം അണപൊട്ടി ഒഴുകുന്നതുമാതിരിയായിരുന്നു ഈ അനുഭവത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം. എല്ലാറ്റിനോടും നിസ്സംഗ പ്രതികരണങ്ങളെല്ലാം ഉണരുന്നതിന് മുമ്പേ ഏതോ മൗനത്തിൽ പോയി വിലയിച്ചു. പാഠ്യവിഷയങ്ങളിലുള്ള താല്പര്യം പോയി. ബന്ധുക്കളും സുഹൃത്തുക്കളും വൈകാരിക അംശമല്ലാതായി. ഏകാന്തതയോടുള്ള പ്രണയം സ്ഥായിയായി. അതുവരെ ജീവിച്ചു പോന്നിരുന്ന ഇടത്തോടുള്ള മമതയും മറ്റും. ഏതോ ഒരു വിളിക്കായി കാത്തിരിക്കുന്നത് പോലുള്ള ജീവിതമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ. മരണാനുഭവത്തിന് മുമ്പ് കൂടുതൽ ഭാരമുള്ള എന്തെങ്കിലും പണി വെങ്കടരാമനെ ഏൽപ്പിച്ചാൽ പക്ഷപാതം കാണിച്ചെന്ന പരാതി വെട്ടിത്തുറന്നു പറയുമായിരുന്നു. ആരെങ്കിലും തന്നെ അവഗണിച്ചെന്ന് തോന്നിയാൽ ബലവാനായ വെങ്കടരാമൻ്റെ ഭീഷണിയെ അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നു. പരിഹാസത്തിൻ്റെയോ മറ്റോ രൂപത്തിൽ പ്രകോപിപ്പിച്ചാൽ ആ കൈയുടെ ബലം അവർ അനുഭവിക്കേണ്ടിയും വരുമായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറിപ്പോയിരിക്കുന്നു. ആരെന്തു പറഞ്ഞാലും അത് ചെയ്യും. പരിഹാസങ്ങളെല്ലാം സൂര്യരശ്മിയേറ്റ മഞ്ഞുതുള്ളിയെപ്പോലെ ആവിയായിപ്പോയി. പ്രതികരിക്കുകയും അവകാശങ്ങൾക്കായി വാദിക്കുകയും ചെയ്തിരുന്ന മനോഭാവമെല്ലാം എങ്ങോ പോയി മറിഞ്ഞു. മാനാപമാന മാനസ രാജഹംസൻ എന്ന് നാരായണഗുരു പറഞ്ഞതുപോലുള്ള ഒരവസ്ഥ. ഏകാന്തതയിൽ ധ്യാനനിരതനായി ഇരിക്കുക എന്നതിൽ മാത്രമായി താല്പര്യം. മുമ്പെല്ലാം ജ്യേഷ്ഠ്യൻ്റെ കളിയാക്കലുകളിൽ ഹൃദയം നോവുമായിരുന്നു. ജ്ഞാനി, യോഗീശ്വരൻ എന്നൊക്കെ ജ്യേഷ്ഠ്യൻ പരിഹസിക്കുകയും കാട്ടിലേക്ക് പൊയ്ക്കൂടെ എന്ന് നിരന്തരം പ്രകോപിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം ആലാപമാത്രമഖിലമെന്ന് പറയുന്നത് പോലെയേ തോന്നിയുള്ളൂ. ആഹാരകാര്യത്തിലും സ്ഥിതിയാകെ മാറി. എന്ത് കിട്ടിയാലും കഴിക്കും. രുചിയുള്ളതാകട്ടെ അല്ലാത്തതാകട്ടെ, പഴകിയതോ നല്ലതോ ആകട്ടെ, എല്ലാം ഒരേ രുചിയോടെ കഴിച്ചു. രുചിയും മണവും ഗുണവുമെല്ലാം നിർണയിക്കുന്ന ബോധവൃത്തി അപ്രത്യക്ഷമായി. നിഷ്പക്ഷത സജീവമായി. എല്ലാവരെയും പോലെ വെങ്കടരാമനും ഇടയ്ക്കിടെ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. മുസ്ലിമായി ജനിച്ചവൻ മോസ്കിൽ പോകുന്നത് പോലെ, ക്രിസ്ത്യാനിയായവൻ ചർച്ചിൽ പോകുന്നത് പോലെ, ഒരു ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് ക്ഷേത്രത്തിൽ പോകുന്നു.
തികച്ചും സാമൂഹികമായ ഒരു ആചാരം, ആരെയോ ബോധ്യപ്പെടുത്താനായി ചെയ്യുന്ന അഭിനയം, അല്ലെങ്കിൽ ഒരു സ്വാഭാവിക ചര്യ. എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഞാനും ചെയ്യുന്നു, അത്ര തന്നെ. അല്ലാതെ എന്തിനാണ് ആരാധന? ആരെയാണ് ആരാധിക്കുന്നത്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അത് എങ്ങനെയാകണം? എത്രമാത്രം ആരാധനയോടെ ആകണം നമ്മുടെ ആരാധനകൾ? ഇതൊന്നും നമുക്കൊരിക്കലും ചിന്താവിഷയമാകാറില്ല. കൂട്ടുകാരോടൊത്ത് വെങ്കടരാമൻ ക്ഷേത്രത്തിൽ പോകുമായിരുന്നു. വിഗ്രഹങ്ങളെയെല്ലാം നോക്കിക്കാണുകയും നെറ്റിയിൽ ഭസ്മമോ കുങ്കുമമോ പൂശുകയും പതിവായിരുന്നു. യാതൊരു വികാരവുമില്ലാതെ തിരിച്ചു വീട്ടിലേക്ക് പോരുകയും ചെയ്യുമായിരുന്നു. നമ്മുടെയൊക്കെ ക്ഷേത്ര ദർശനം പോലെ തന്നെ. എന്നാൽ പുതിയ അനുഭവത്തിന് ശേഷം എല്ലാം മാറിമറിഞ്ഞു. എല്ലാ വൈകുന്നേരങ്ങളിലും മീനാക്ഷി സുന്ദര ക്ഷേത്രത്തിലേക്ക് തനിയെ പോകാൻ തുടങ്ങി. ശിവസന്നിധിയിലോ മീനാക്ഷി സന്നിധിയിലോ നടരാജ സന്നിധിയിലോ 63 നായന്മാരുടെ സന്നിധിയിലോ വളരെ നേരം എന്തിനെന്നില്ലാതെ നിശ്ചലനായി നിൽക്കാൻ തുടങ്ങി. ആ നിശ്ചലതയിൽ ഭക്തിയുടെ വൈദ്യുത തരംഗങ്ങൾ ശരീരമാസകലം ഉണരുന്നത് അനുഭവിക്കാൻ തുടങ്ങി. എന്തിനെന്നില്ലാതെ ഏതിനെന്നില്ലാതെ ഒരാലംബനത്തിനായുള്ള വെമ്പൽ ഉള്ളിലെവിടെയോ തീവ്രമായി തിരയടിക്കുകയായിരുന്നു. അതിനൊരു ഉപശമനത്തിനായിരുന്നു ക്ഷേത്ര ദർശനമത്രയും. ഹൃദയം അതിൻ്റെ ഉണർവിൽ കണ്ണുനീരായി പെയ്തൊഴുകിയതും അതിനു തന്നെ. ഈശ്വരൻ തൻ്റെ ഭക്തനോട് ചെയ്യുന്ന ലീലയല്ലാതെ മറ്റെന്താണത്? ജഗന്നിയന്താവും ജീവന്റെ കർമാധ്യക്ഷനും സർവജ്ഞനും സർവവ്യാപിയുമായ സർവേശ്വരനു മുന്നിൽ വെങ്കടരാമൻ നിശ്ചലനായി നിന്നു. ഹൃദയത്തിൻ്റെ തേങ്ങലിൽ സർവേശ്വരൻ്റെ കൃപയ്ക്കായും 63 നായന്മാരുടേതുപോലുള്ള തീവ്രഭക്തിക്കുമായുള്ള ധ്വനികളില്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അതും ഉണ്ടായില്ല. ആ നിശ്ചലത മാത്രം. അറിയാനാവാത്ത ഏതോ പൊരുളിൽ നിന്നും ഒഴുകി വരുന്ന പ്രവാഹം തന്നിലൂടെ കവിഞ്ഞൊഴുകി വെളിയിലേക്ക് പ്രസരിക്കുന്നത് അനുഭവിച്ചങ്ങനെ നിൽക്കും. കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നുമുണ്ടാകും. വെങ്കടരാമൻ ഒന്നും അറിയില്ലായിരുന്നു. ജീവിതം ദുഃഖപൂർണമാണെന്നോ അതിൽ നിന്നും ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും കർമ്മം കൊണ്ടും കരകയറണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരിക്കാതെ ജന്മങ്ങൾ അറ്റവരായി മാറണമെന്നും അതിന് വൈരാഗ്യം വളർത്തിയെടുക്കണമെന്നും കേട്ടിട്ടുപോലുമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ അങ്ങനെയൊരു ഇച്ഛയോ ആഗ്രഹമോ അവിടെ ഉണ്ടായിരുന്നില്ല. പെരിയ പുരാണം, ബൈബിൾ പാഠം, തായ്മാനവരുടെ കുറച്ച് പാട്ടുകൾ, കുറച്ച് തേവാരം, ഇതായിരുന്നു ആകെ വായിച്ചെന്ന് പറയാവുന്ന പുസ്തകങ്ങൾ. പുരാണകഥകളിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഈശ്വര സങ്കല്പമല്ലാതെ നിരാകാരമായ ബ്രഹ്മത്തെക്കുറിച്ചോ സംസാരം മുതലായ വിഷയങ്ങളെപ്പറ്റിയോ കാര്യമായൊന്നും അറിവുണ്ടായിരുന്നില്ല. പ്രത്യക്ഷമായി വിടർന്നു നിൽക്കുന്ന പ്രപഞ്ചങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായി ഉദിക്കുകയോ പൊലിയുകയോ ചെയ്യാതെ വിലമതിക്കാനാവാത്തൊരു പ്രകാശം അധിഷ്ഠാനമായി വർത്തിക്കുന്നുണ്ടെന്നും അറിവുണ്ടായിരുന്നില്ല. പിന്നീട് തിരുവണ്ണാമലയിൽ വെച്ച് ഋഭുഗീതയും മറ്റും വായിച്ചു കേൾക്കാൻ ഇടവന്നപ്പോഴാണ് ഈ വസ്തുതകളൊക്കെ അറിയാനായത്. ചിന്തയോ വായനയോ മറ്ററിവുകളോ ഇല്ലാതെ തന്നെ താൻ ഹൃദയത്തിൽ നന്നേ ചെറുപ്പത്തിൽ സത്യമായി അനുഭവിച്ച അനുഭൂതി പ്രപഞ്ചത്തിന് ഒരു ആസ്വാദനം എഴുതിയത് വായിക്കുന്നത് പോലെയാണ് ഈ ഗ്രന്ഥങ്ങളെയെല്ലാം അദ്ദേഹം കേട്ടത്. ശുദ്ധമനസ്സിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രവാഹം അന്നേ വെങ്കടരാമനിലൂടെ പ്രവഹിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ആ നിമിത്തം സംഭവിച്ചു. ഇംഗ്ലീഷ് വ്യാകരണം ശരിക്കും പഠിക്കാത്തതിനാൽ സ്കൂൾ ബെയിൻസിൽ ഗ്രാമർ പുസ്തകത്തിലെ ഒരു പാഠം 3 തവണ എഴുതിക്കൊണ്ടുവരാനുള്ള ശിക്ഷ കിട്ടി. 2 പ്രാവശ്യം എഴുതി കഴിഞ്ഞതോടെ വിരക്തി ഉണർന്നു. വിരക്തി പ്രസന്നമായപ്പോൾ മൗനം വന്ന് ആശ്ലേഷിച്ചു. പിന്നെ നീണ്ടു നിവർന്ന് ഇരുന്നു കൊടുത്തു. പുസ്തകങ്ങളെല്ലാം മാറ്റിവെച്ച് നിശ്ചലനായിരിക്കുന്ന വെങ്കടരാമനെ കണ്ട് സഹോദരൻ നാഗസ്വാമിക്ക് ദേഷ്യം വന്നു. അല്പം നീരസത്തോടെ തന്നെ പറഞ്ഞു, ഇപ്പടിയെല്ലാം ഇരിക്കുന്നവന് ഇതെല്ലാം എന്തിന്? മൗന നിർവൃതിയിൽ ലയിച്ചിരുന്ന വെങ്കടരാമനിൽ ആ ചോദ്യം വെറുമൊരു ചോദ്യമായല്ല ചെന്നു പതിച്ചത്. എന്തിനാണ് ഞാനിവിടെ തുടരുന്നത്? യാത്രയ്ക്കു സമയമായി, എഴുന്നേൽക്കുക, പുറപ്പെടുക എന്നൊക്കെയുള്ള പ്രചോദനമാണ് ഉൾത്തള്ളലായി ഉണർന്നത്. മറിച്ചൊരു ചിന്തയ്ക്ക് നേരിയ ഇടം പോലും നൽകാതെയുള്ള പ്രവാഹമായിരുന്നു ആ പ്രചോദനം. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് വെങ്കടരാമൻ ഇറങ്ങി. പെട്ടിയിൽ നിന്നും 5 രൂപ എടുത്ത് സ്കൂളിൽ പോകുന്ന വഴിയിൽ കോളേജിൽ കയറി. തൻ്റെ ഫീസ് അടയ്ക്കാൻ സഹോദരൻ പറഞ്ഞത് ഒരനുഗ്രഹമായി. യാത്രയ്ക്കുള്ള വണ്ടിക്കൂലി അങ്ങനെ തരപ്പെട്ടു. പെട്ടിയിലുണ്ടായിരുന്ന ഭൂപടം മറിച്ചു നോക്കി. വിഴുപ്പുറം, തിരുവണ്ണാമല, കാട്ട്പാടി. തീവണ്ടി സമയം അതിൽ ഉണ്ടായിരുന്നില്ല. തിരുവണ്ണാമലയ്ക്കടുത്തുള്ള സ്റ്റേഷൻ ഡിണ്ടിവനം എന്ന് കണ്ടു. അതിന് 3 രൂപ മതിയെന്ന് കരുതി 2 രൂപ അവിടെ തന്നെ വച്ചു. കൂടെ ഒരെഴുത്തും. എൻ്റെ പിതാവിനെ തേടി ഞാൻ അവിടുത്തെ ആജ്ഞാനുസരണം ഈ സ്ഥലം വിട്ട് പുറപ്പെട്ടു. ഇത് നല്ല കാര്യത്തിൽ തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതിനാൽ ആരും ഇക്കാര്യത്തിൽ വ്യസനിക്കരുത്. ഇതിനെ കാണാനായി പണം ചിലവാക്കുകയും ചെയ്യേണ്ടതില്ല. നിന്റെ ഫീസ് ഇതിനെയും അടച്ചിട്ടില്ല. രൂപ 2 ഇതിനോട് കൂടിയുണ്ട്. ഇങ്ങനെ സ്വയം ഇത് എന്നും അവസാനിക്കുന്നിടത്ത് ഒപ്പിനു പകരം ഒരു വരയും കർത്തൃത്വമറ്റ ഒരു ബോധത്തിൻ്റെ ആവിഷ്കാരം എന്നല്ലാതെ എന്തു പറയാൻ?
സാക്ഷാത്കാരത്തിനായുള്ള ഇറങ്ങിപ്പോകലായിരുന്നില്ല അത്. സാക്ഷാത്കരിച്ചതിന് ശേഷമുള്ള പ്രവാഹമായിരുന്നു. അരുണാചലത്തെ ലക്ഷ്യമാക്കിയാണ് ആ ശരീരം യാത്ര തിരിച്ചത്.